അപ്പോഴ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നന്മ ചെയ്യാൻ പോവുകയാണ്. ഞാൻ രതീഷ് ചേട്ടനും നമ്മളെ ശരത്ത് കുട്ടൻ്റെ വീട് ചേഞ്ചിങ് ആണ്. ഈ ബിൽഡിങ്ങിൽ തന്നെ 2 BHK ഒന്ന് നമ്മൾ റെന്റിനെടുത്തു. അപ്പം മോൻ്റെ കല്യാണം വരെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ 2 BHK വേണം. അങ്ങനെ ഒരു 2 BHK മാറുകയാണ്. ശരത് എന്നെ ഒരു പരിപാടിക്ക് വിളിക്കരുത്, ഞാൻ സൂപ്പർഷൻ മാത്രമേ ഉള്ളൂ. പുള്ളി വലിയ ജോലിയായിട്ട് നമ്മളിത് ഹാൻഡിക്യാപ്പ് ആയതുകൊണ്ട്. ഇവിടുത്തെ വീട് ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെ വലിയൊരു ലോറിയൊക്കെ വിളിച്ച് സാധനങ്ങളെ ചുമന്ന് വാരിക്കെട്ടി കൊണ്ടുപോകുന്ന പോലത്തെ പരിപാടിയല്ല. വളരെ എളുപ്പമാണ്. ഫ്ലാറ്റ് ബേസ് ജീവിതമായതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ടീമുണ്ട്. അങ്ങനെ അവരെ വിളിച്ച് അവരെല്ലാം പടപടാന്ന് സെറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ ഭാഗ്യത്തിന് അവൻ്റെ ബിൽഡിങ്ങിലെ തന്നെ തൊട്ട് താഴത്തെ ഫ്ലോറിലാണ് റൂം കിട്ടിയത്. ഇവിടെ വലുതായിട്ട് ഊരാനൊന്നുമില്ല. 3 ഫാനും 3-4 ട്യൂബും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളത് അലമാരയും ഒരു കട്ടിലുമാണ്. ഇവിടെ കട്ടിലൊക്കെ ഫോൾഡ് ചെയ്ത് ഊരി പീസായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനൊരു ടീമിനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ ഫാനും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതെ, എനിക്ക് തുടയ്ക്കാൻ വേണ്ടിയുള്ള അടുത്ത പണിയൊന്നും ചെയ്യാതെ കള്ളം അടിച്ച് നിന്നതാണ് കേട്ടോ രതീഷ് ചേട്ടൻ. കൺട്രാക്ട് അടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ നമ്മൾ ചെറിയൊരു പണിയുണ്ട്. ഇനി ഫാൻ തുടക്കുന്നത് കൺട്രാക്ട് അടിക്കാൻ ആളുണ്ട്. അടിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇലക്ട്രിക് പണിയൊക്കെ അറിയാമെന്ന്. സത്യമായിട്ടും പോസിറ്റീവും നെഗറ്റീവും വയറാകുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ അങ്ങ് ചെയ്യണതാണ്. എന്താവുമല്ലോ അടിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചേക്കുന്നത്. ഇങ്ങനെ അവിടെ പണി ചെയ്തോണ്ടിരിക്കുമല്ലോ. ഇത് മതി ഇങ്ങനെ പണി ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. കൊടു പോയി തുടച്ചോ മതി. പോ പാവം തീരുമ്പോ നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടാ. ഓ പാവം കല്യാൺ റെയിൽവേ ഹോസ്പിറ്റലിലെ ചീഫ് നേഴ്സാണ്, സീനിയർ ചീഫ് നേഴ്സാണ് ഈ ഇരുന്ന് തുടച്ചോണ്ടിരിക്കുന്നത്. പണി ചെയ്യിപ്പിക്കുന്നേ ആദ്യമായിട്ടാണ് പണി ചെയ്യുന്ന പുള്ളിയുടെ ശരീരം അങ്ങനെ ആദ്യമായിട്ടാണ് കഴിയുമെന്ന്. എന്നെ സ്നേഹത്തോടൊക്കെ ചേട്ടാ കപ്പൊക്കെ വീടിനോട് ചേട്ടാ പെട്ടെന്ന് വരാം. ഞാൻ വിചാരിച്ച് കപ്പയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞ് ആശ വന്നതാണ്. ഇതുവരെ ആയിട്ട് കപ്പയും ബീഫും പോയിട്ട് കഞ്ഞിവെള്ളം വരെ കൊടുത്തില്ലെന്നാണ് രതീഷ് ചേട്ടൻ പറയണത്. ചിക്കൻ കറി, അവിയലും പപ്പടവും ഇഞ്ചിപ്പുളി എല്ലാം കഴിച്ചിട്ട് അതിന് മണ്ടയ്ക്ക് ചായയും കുടിച്ച് കപ്പ വറുപ്പം കഴിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. ഇപ്പോഴാണ് പണി തുടങ്ങി. 3 മണിക്കൂർ വന്നിട്ട് അതൊക്കെ നോർമൽ ഡിഷ്. ഞങ്ങൾക്ക് കേരളക്കാർക്ക് അതിന്റെ പണി ചെയ്യണമെങ്കിൽ കപ്പ പിടിക്കുന്നു. ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിൽ കേരളക്കാർ ഇച്ചിരി പണി. അപ്പൊ നമ്മള് എല്ലാം അഴിച്ചു ഇറക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോണത് 2 BHK അവിടെ കൊണ്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. അങ്ങനെ വരിവരിയായിട്ട് നമ്മൾ സ്കൂൾ വിട്ട് പോകും പോലെ പോവുകയാണ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ് 408 2 BHK താഴത്തെ ഫ്ലോറിലോട്ട് വന്ന്. അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നവർ വെക്കേറ്റ് ചെയ്ത് പോയിട്ടില്ല. അവർ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി 2 BHK ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞുതരാം. ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ എങ്ങനെയാണെന്ന്. 1 BHK എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഒരു ഹാളും ഒരു ചെറിയ ഹാളും പിന്നെ ഒരു ബെഡ്റൂമും പിന്നെ ഒരു കിച്ചണും ഒരു കോമൺ ബാത്റൂമാണ് സാധാരണ ഒരു 1 BHK വരുന്നത്. ഇത് ഇവിടുത്തെ വില, ഈ ഒരു ഏരിയയുടെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 ലക്ഷം രൂപയാവും 1 BHK. അത് ഇച്ചിരി കല്യാൺ വെസ്റ്റിലോട്ടൊക്കെ മാറുവാണെങ്കിൽ 1 BHK തന്നെ ഒരു 50 ലക്ഷം 55 ലക്ഷം ആ റേഞ്ചിലോട്ട് പോകും. നമ്മുടെ ഈ ബിൽഡിങ്ങിൽ തന്നെ 2 BHK ഫ്ലാറ്റ് ആണെങ്കിൽ ഏകദേശം വില മാറുന്നത് ഒരു 65 ലക്ഷം രൂപയെങ്കിലും. ഒരു ബെഡ്റൂം എക്സ്ട്രാ വരുമ്പോൾ ഒരു ബെഡ്റൂം ഒരു ബാത്റൂം 10-20 രൂപയ്ക്ക് അടുത്ത് എക്സ്ട്രാ വരുന്നത്. 20 ലക്ഷം രൂപയാണ് അത്രയും മാറുന്നത്. പിന്നെ ബാക്കി കാണാമല്ലോ, ബെഡ്റൂം ഒക്കെ വളരെ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കിയാൽ. എന്നാൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മളൊരു 5 BHK പണി ചെയ്യണതിൻ്റെ പൈസ ആവും ഇവിടെ ഒരു 1 BHK എടുക്കാൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. വീടിൻ്റെ മുതലാളി കണ്ട ഇവിടെ പണിക്കാരൊന്നും അങ്ങനെ എപ്പോഴും കിട്ടൂല. മുതലാളി തന്നെ മാസം 1 ലക്ഷം രൂപ സാലറി ഉള്ള മുതലാളിയാണ്. തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ ബംഗാളികളെ വിളിച്ച് ചെയ്യും. കെട്ടാൻ പോണ കൊച്ച് ഭാഗ്യം ചെയ്തോളൂ. കണ്ട എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് നോക്കി മാറി നിൽക്കൂലേ. ചെറിയൊരു പിശക്കൊക്കെ ഉണ്ട് നമ്മുടെ. അപ്പൊ ഇത് കണ്ട 2 ബെഡ്റൂം അടുത്തടുത്തുണ്ട് 2 BHK. AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങി ഫാനിന്റെ. എന്റെ കയ്യാൾ കൂടെ ഉണ്ട്. എനിക്ക് എന്ത് ജോലി ചെയ്യുമെങ്കിലും ഒരു കയ്യാൾ കൂടെ തന്നെ വേണം. അങ്ങനെ ഞാൻ മുതലാളിയെ തന്നെ കയ്യാളാക്കിയിട്ടുണ്ട്.
ചെറുതായിട്ട് ഇനി എടുക്കും പോലെ കണ്ടോ ഒരു ഫാൻ ഫിറ്റ് വെരി സിമ്പിൾ. ഇതൊക്കെ ചെറുത് ഓണാക്കാൻ നോക്കണ്ട. ഞാൻ ഫിറ്റ് ചെയ്താൽ അങ്ങനെ കറങ്ങാതിരിക്കില്ല. എന്തായാലും നോക്കാം. ഒരു വീടില്ലെങ്കിൽ സിമ്പിൾ സിമ്പിൾ. 20 മിനിറ്റ് എടുത്തോളൂ വീഡിയോ കാണുമ്പോൾ അപ്പൊ നമ്മള് ഹാളിലോട്ട് വന്ന് അടുത്ത സെക്കൻഡ് ഫാൻ ഇൻസ്റ്റാളേഷൻ ആണ് തുടങ്ങാൻ പോകണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ മുംബൈയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ഫാൻ ഇളക്കി ഫിറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ? 250-300 രൂപയ്ക്കാണ് ചാർജ് വാങ്ങില്ല. പിന്നെ ഞാൻ നന്മ ചെയ്യണ കണ്ട് ഞാൻ ഒരു പൈസ കണ്ടത് വാങ്ങിക്കില്ല. ഇന്നത്തെ നന്മ തീരാറായി ചെയ്യാനും പോകുന്നില്ല. അങ്ങനെ ഇനി ഒരു ഫാനുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒരു റൂം കിട്ടിയല്ലേ, 2 BHK ആണല്ലേ. ഫോണിൽ 3 ഫാനുകൾ വരുന്നത്. അപ്പൊ ഇവിടത്തേക്ക് ഒരു ഫോൺ എക്സ്ട്രാ വേണം ഒരു ഫാൻ. അപ്പൊ ഈ ഫാനിന്റെ കഥയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്ന രതീഷ് ചേട്ടന് കിട്ടിയ ഫാനായിരുന്നു. ക്രോംപ്ടന്റെ അടിപൊളി സാധനം. അതിന്റെ കഥയൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ എന്തുവാണെന്ന് പറഞ്ഞോളൂ. ഞാൻ എന്റെ റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഫാനാണ് ഇത്. നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ സോഹന. പുള്ളിക്കാരി വീട് മാറിയപ്പോഴത്തേക്ക് പിന്നെ വേറെ എക്സ്ട്രാ വന്ന ഫാന് ഞാൻ എടുത്ത് സൂക്ഷിച്ച് ശരത്തിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. അന്ന് എളുപ്പത്തില്ല, സമയം വരുമ്പം എടുക്കാന്ന് പറഞ്ഞു. ആ സമയം വന്നല്ലോ. ഇതിപ്പോ സമയം വന്നു. ഇതിപ്പോ ഞാൻ എടുക്കാൻ ഒരാഴ്ച കൊണ്ട് ലേറ്റായി. വെറും 2 മാസം സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു. 2 മാസം ഫാൻ എടുക്കാന്ന് വെച്ചിരിക്കും. ഇതിപ്പോ വല്ലാതെ അപ്പൊ ശരത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ വല്ലാത്തൊരു 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു വേണ്ട, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2 പ്രാവശ്യം അങ്ങനെ പറയാം. 2 പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു. 3500 രൂപ നല്ല ക്രോംപ്ടന്റെ ഒരു ഫാൻ പോയി കിട്ടി. ഇത് വല്ലാത്തൊരു സൂക്ഷിപ്പായി. എന്റെ 3000 രൂപ ലാഭം. പോയിന്റ് നന്മയിൽ പെടുന്നതാണ്. കണ്ടോ, ഇത് നന്മയല്ല, ഇന്നത്തെ ഏറ്റവും വലിയ നന്മ. ഇന്നത്തെ ഏറ്റവും വലിയ നന്മ ചെയ്ത ആളാണ് ഈ എന്റെ മുഖത്തൊരു ഇതിൽ വിഷമം. നന്മ ചെയ്തെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട്. ഇച്ചിരി കപ്പയൊക്കെ മേടിച്ച് പുഴുങ്ങട. എന്ത് പോയത് ശരത് പോരാണ്. ലാസ്റ്റ് ഫാൻ ഫിറ്റിംഗ് ആണ്. ശരത്തിന്റെ ബെഡ്റൂം. ശരത്തിന്റെ ബെഡ്റൂമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫാൻ അതെടുത്ത് പറയണം. ഇത് ശരത്തിന്റെ ബെഡ്റൂമാണ്. കല്യാണമൊക്കെ വരാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫാൻ എന്നൊന്നും പറഞ്ഞു. ശരി, ചേട്ടന്റെ അടിച്ചു മാറ്റിയ ഫാൻ. വേറെ ഇമ്പോർട്ടന്റ് കാര്യം, ഞാൻ ഇതിന്റെ നെറ്റ് ചെറിയ ലൂസാക്കിയാണ് വെക്കാൻ പോകുന്നത്. സേഫ്റ്റി ഒന്നും വേണ്ട ഒന്നും വെക്കുന്നില്ല. എന്തായാലും കല്യാണത്തിന് നമ്മള് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കടകൊണ്ടല്ല നാട്ടിലൊക്കെ. അതൊന്നും അല്ല, അത് എന്റെ ഗിഫ്റ്റാണ്. പിന്നെ വേറൊരു കോമഡി എന്തെന്നാ, എന്റെ വീട്ടില് ഫാൻ കേടായിട്ട് 2 മാസമായി. സപ്ന എന്നും പറയും അതൊന്നും മാനത്ത് അയക്കാറ്. എനിക്ക് അത് ചെയ്യാനുള്ള സമയമില്ല. അതാണ് എന്റെ നന്മ. എന്റെ നന്മ നീ മനസ്സിലാക്കണം. നമ്മൾ മുകളിൽ കിടന്ന ശരത്തിന്റെ വീട്ടിൽ കിടന്ന കട്ടിൽ എടുത്തുകൊണ്ട് വന്ന് അത് കണ്ട ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. ദേശേട്ടാ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കേട്ടാ. ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൂട്ട് കട്ടിൽ മുഴുവനായിട്ട് കയറ്റാൻ ഇറക്കാനും പാടാണ്. അതുകൊണ്ട് എളുപ്പത്തിന് ഇതിന്റെ ഓരോ പാട്ട് നമുക്ക് ഊരി മാറ്റാം. ഒരു 6x6 കിങ് സൈസ് ബെഡ് ഊരി എടുത്ത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരുള്ള. പിന്നെ ഇവിടെ മിക്കവാറും സ്റ്റോറേജ് എല്ലാം ഇതിനകത്ത് വലിയൊരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ പിടിച്ചിരിക്കുന്ന പയ്യൻ വെറുതെ നിൽക്കുന്നതാണ് കേട്ടോ. അതിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വെറുതെ അവരെ പണി ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് അവൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ബോൾട്ട് ഇടുന്നു, ജോയിൻ ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ഒരു റൂമിൻ്റെ പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത സാധനത്തിൻ്റെ പരിപാടി തുടങ്ങാം. വാൾഡ്രോപ്പിൻ്റെ പണിയാണ്. ഇനി ഇതിനെ ഊരി താഴെ കൊണ്ട് വയ്ക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിന് അവർ തന്നെ ഊരി എല്ലാം സെറ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്ന് വയ്ക്കും. ഇത് നമുക്ക് പാഴ്സായിട്ട് ഊരി താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റ് ഉണ്ട്. ശരത്തിന് അത് എക്സ്പീരിയൻസ് ഇല്ല. വരട്ടെ. റെഡി. നമ്മൾ ഫാൻ്റെ പരിപാടി എല്ലാം ചെയ്യുന്നത് വാർഡ്രോപ്പിൻ്റെ പരിപാടി. അടുത്ത് നമുക്ക് ലാസ്റ്റ് ഉള്ളത് ട്യൂബെല്ലാം ഇളക്കി നമ്മൾ ഫിറ്റ് ചെയ്യണം. അങ്ങനെ അതിൻ്റെ പരിപാടിയാണ് തുടങ്ങി. സോറി അണ്ണാ. അപ്പോഴേ ഇത് ലാസ്റ്റ് ട്യൂബാണ്. എല്ലാം കൂടെ എത്ര ചേട്ടാ? ഇതൂടെ ആകുമ്പോൾ അറൗണ്ട് 1500. 1500 രൂപ എനിക്ക് തന്നില്ലേ കുഴപ്പമില്ല. എന്റെ കൂടെ വന്ന ആൾക്ക് കൊടുക്കണം. ശരിയാ. എടാ എന്റെ ചാർജ് വേറെതാ. നോക്കൂലി. എനിക്ക് എന്റെ കൂലി വേറെതാ. നോക്കൂലി. പോരട്ടെ. മതി. നല്ല അടിപൊളി. അകം പുറകെ നോക്കിയിട്ടിട്ടേ നല്ലോണം ക്ഷീണിച്ചു.
നല്ലോണം ക്ഷീണിച്ച്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 70% പരിപാടി തീർന്നു. ഇനി ക്ലീനിങ്, ഫ്രിഡ്ജ്, TV അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളേ ഉള്ളൂ. ബാക്കി ഫിറ്റിംഗ് എല്ലാം തീർന്ന്. അപ്പൊ മുതലാളി വയറ് നിറച്ച ആഹാരം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അടുത്ത് പോകുന്നത് അടിപൊളിയായിട്ട് ചൈനീസും അല്ല, നമ്മൾ അടുത്ത് പോകുന്നതാണ് ആശിഷ് ബാർ ആൻഡ് റെസ്റ്റോറന്റ്. അല്ല, നമുക്ക് ചൈനീസ് അല്ലെങ്കിൽ KFC മതി. ശരത്തിന്റെ മുഖം മാറിയെന്ന് ഡൗട്ട്. കോൺട്രിബ്യൂഷനിലാണ് ഇവരങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.